തോമസ് തറയിൽ. കാരിത്താസ് ആശുപത്രിയുടെ സ്ഥാപക പിതാവും കോട്ടയം രൂപത മുൻ അധ്യക്ഷനുമായ മാർ തോമസ് തറയിൽ പിതാവിന്റെ 50ാം ചരമവാർഷികം ഈ വർഷം നാം ആചരിക്കുകയാണ്. 1899 മെയ് 5-ന് കൈപ്പുഴയിലെ പ്രസിദ്ധമായ തറയിൽ കുടുംബത്തിൽ ഷെവലിയർ ജേക്കബിന്റെയും മറിയത്തിന്റെയും മകനായി കുഞ്ഞു തോമസ് ജനിച്ചു. പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്ന അദ്ദേഹം കൈപ്പുഴയിലും കിടങ്ങൂരിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോട്ടയത്തും മംഗലാപുരത്തും സെമിനാരി പഠനം നടത്തി. തുടർന്ന് 1926 ഡിസംബർ 18-ന് റോമിൽ വച്ച് വൈദിക പട്ടം സ്വീകരിക്കുകയും ഡിസംബർ 27-ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസത്തിനായി റോമിൽ തുടർന്ന അദ്ദേഹം തത്വചിന്തയിലും ദൈവശാസ്ത്രത്തിലും PhD ബിരുദം സ്വന്തമാക്കി. ശേഷം സ്വദേശത്ത് തിരിച്ചെത്തി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ബിരുദം പൂർത്തിയാക്കി. തിരുഹൃദയക്കുന്ന് ഹൈസ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായി അദ്ദേഹം സേവനമാരംഭിച്ചു. 17 വർഷം അധ്യാപകനായി പ്രവർത്തിച്ചുകൊണ്ട് അക്കാദമിക വിജയത്തോടൊപ്പം നൈതിക മൂല്യങ്ങളും തോമസ് അച്ഛൻ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. 1945 ജൂൺ 9-ന് തോമസ് തറയിൽ അച്ഛനെ പിയൂസ് 12-ാമൻ മാർപ്പാപ്പ കോട്ടയം രൂപതയുടെ കോ-അഡ്ജുതോർ പദവിയോടുകൂടിയ സഹാധ്യക്ഷനായി നിയമിച്ചു. 1951-ൽ അദ്ദേഹം രൂപതാധ്യക്ഷനായി ചുമതലയേറ്റു. 1951 മുതൽ 1971 വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലം കോട്ടയം രൂപതയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ ആതുര സാമൂഹിക രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിപ്ലവാത്മകമായിരുന്നു. കോട്ടയത്തെ BCM കോളേജും ഉഴവൂരിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജും പോലുള്ള സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ശ്രമഫലങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തിനും പുണ്യാഭിവൃദ്ധിക്കും ദൈവവിളി പ്രോത്സാഹനത്തിനും വേണ്ടി സ്ഥാപിതമായ ചെറുപുഷ്പ മിഷൻ ലീഗും യുവജനങ്ങളെ സഭയോടും സമുദായത്തോടും ചേർത്ത് നിർത്താൻ KCYL സംഘടനയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് തറയിൽ പിതാവിന്റെ കാലഘട്ടത്തിലാണ്. ക്രിസ്തു അധിഷ്ഠിത ആതുര ശുശ്രൂഷയ്ക്കായി കോട്ടയം രൂപതയിലെ യുവതികളെ പരിശീലിപ്പിക്കുവാൻ ആരംഭിച്ച കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടർച്ചയെന്നോണമാണ് കാരിത്താസ് ആശുപത്രി എന്ന സ്വപ്നത്തിലേക്ക് പിതാവെത്തിയത്. 1951-ൽ തറയിൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ കർദിനാൾ ടിസ്സറാണ് കാരിത്താസ് ഹോസ്പിറ്റലിന് തറക്കല്ലിടുകയും 1962-ൽ ഹോസ്പിറ്റൽ നാടിന് സമർപ്പിക്കുകയും ചെയ്തത്. 1964-ൽ ചൈതന്യ പോലുള്ള സാമൂഹിക സേവന കേന്ദ്രങ്ങൾക്ക് പിതാവ് തുടക്കം കുറിച്ചു. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ ഒരുപോലെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കാരിത്താസ് ആശുപത്രിയെ കേരളത്തിലെ മുൻനിര ആരോഗ്യ സ്ഥാപനമായി ഉയർത്താൻ ആവശ്യമായ മികവുറ്റ അടിസ്ഥാനമാണ് പിതാവ് നൽകിയത്. പിതാവിന്റെ സ്മരണയെന്നോണമാണ് 1997-ൽ ആരംഭിച്ച കാരിത്താസിന്റെ പുതിയ ബ്ലോക്കിന് ബിഷപ്പ് തറയിൽ അഥവാ BT ബ്ലോക്ക് എന്ന് നാമകരണം ചെയ്തത്. തോമസ് തറയിൽ പിതാവ് പ്രാർത്ഥനയിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിലും അദ്ദേഹം ആത്മചിന്തയ്ക്കും ആരാധനയ്ക്കും സമയം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയത സാമൂഹ്യക്ഷേമ പരിപാടികളായ വീട് നിർമ്മാണം, വിവാഹ സഹായം, സ്കോളർഷിപ്പുകൾ തുടങ്ങിയവയ്ക്ക് പ്രചോദനമായിരുന്നു. 1974-ൽ രൂപത അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ അവസാനകാലം പ്രാർത്ഥനയിലും വിശ്രമത്തിലുമാണ് ചിലവഴിച്ചത്. 1975 ജൂലൈ 26-ന് അദ്ദേഹം കാലം ചെയ്തു. കോട്ടയം അതിരൂപതയ്ക്കും ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിനും അദ്ദേഹം നൽകിയ സേവനം ഇന്നും ഏവർക്കും പ്രചോദനമാണ്. ഒരു രൂപത അധ്യക്ഷൻ എന്നതിലുപരി മാർ തോമസ് തറയിൽ ഒരു ദീർഘദർശി, വഴികാട്ടി, സ്നേഹിതൻ എന്നീ നിലകളിലും ഏറെ പ്രസക്തനാണ്. ആയിരങ്ങൾക്ക് ആരോഗ്യ പരിചരണം ഒരുപോലെ ഉറപ്പുവരുത്തുക എന്ന ദർശനത്തിലൂന്നി പിതാവ് ആരംഭിച്ച കാരിത്താസ് ആശുപത്രി ഇന്ന് 63 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സ്ഥാപക പിതാവിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കാരിത്താസ് കുടുംബത്തിന്റെ പ്രണാമം.